ഹലോ എവ്രിവൺ, എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഷെയർ ചെയ്യാൻ വേണ്ടി പോകുന്നത് പ്രോൺസ് പുലാവ് റെസിപ്പിയാണ്. ഇത് വളരെ ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു സിംഗിൾ പോട്ട് ഡിഷാണ്. അപ്പോൾ പ്രോൺസ് പുലാവിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. 4 മീഡിയം സൈസ് സവാള ചെറുതായി കട്ട് ചെയ്തെടുത്തത്, മസാലയ്ക്ക് വേണ്ടി ഗ്രീൻ പേസ്റ്റ് ഉണ്ടാക്കിയെടുക്കാം. ആദ്യം ഞാൻ ഒരു മിക്സിൻ്റെ ജാർ എടുക്കുന്നുണ്ട്. അതിലേക്ക് 2 മീഡിയം സൈസ് തക്കാളി, 2 പച്ചമുളക്, ഒരു പിടി പുതിന ഇലയും ഒരു പിടി മല്ലി ഇലയും കൂടെ ചേർത്ത് നന്നായി പേസ്റ്റാക്കി എടുക്കണം. ഫൈൻ പേസ്റ്റാക്കി എടുത്തിട്ടുണ്ട്. മസാല നമുക്ക് മാറ്റിവെക്കാം. പുലാവിന് വേണ്ടിയിട്ടുള്ള അരി റെഡിയാക്കി വെക്കാം. ഇവിടെ ഞാൻ 2 കപ്പ് അരിയാണ് എടുത്തിരിക്കുന്നത്. 2 കപ്പ് ജീരകശാല റൈസ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ബാസ്മതി റൈസ് വെച്ച് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാവുന്നതാണ്. അരി നന്നായി കഴുകി മാറ്റിവെക്കാം. പുലാവിനുള്ള ചെമ്മീനും കൂടെ നമുക്ക് റെഡിയാക്കി വെക്കാം. 1/2 കിലോ ചെമ്മീൻ കഴുകി വൃത്തിയാക്കിയത് ഒരു ബൗളിലേക്ക് മാറ്റാം. ചെമ്മീൻ നമുക്കൊന്ന് മാരിനേറ്റ് ചെയ്ത് മാറ്റിവെക്കണം. മാരിനേഷന് വേണ്ടിയിട്ടുള്ള മസാലകൾ ഇതൊക്കെയാണ്: 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ഇല്ലെങ്കിൽ 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/4 ടീസ്പൂൺ ഉപ്പ്. ഇതെല്ലാം കൂടി ചേർത്ത് ചെമ്മീൻ നന്നായി മാരിനേറ്റ് ചെയ്ത് എടുക്കാം. ചെമ്മീനിൽ മസാല നന്നായി മിക്സ് ചെയ്തിട്ടുണ്ട്. നമുക്ക് 10 മിനിറ്റ് ഇത് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റിവെക്കാം. പുലാവിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻസ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി കുക്കിങ്ങിലേക്ക് കടക്കാം. ആദ്യം തന്നെ ഒരു പാത്രം നമുക്ക് ചൂടാക്കാൻ വെക്കാം. പാത്രം ചൂടാവുമ്പോൾ അതിലോട്ട് 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ സൺഫ്ലവർ ഓയിൽ ഇല്ലെങ്കിൽ നെയ്യ് വെച്ച് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. പക്ഷേ സീ ഫുഡ് ഡിഷസിനൊക്കെ ഞാൻ കോക്കനട്ട് ഓയിൽ തന്നെയാണ് പ്രിഫർ ചെയ്യുന്നത്. എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് മുഴുവനായിട്ടുള്ള ഗരം മസാല ചേർത്ത് കൊടുക്കണം. 1 ബേ ലീഫ്, ഒരു ചെറിയ കഷ്ണം പട്ട, 3 ഗ്രാമ്പൂ, 1 ഏലക്ക. ഇത്രയുമാണ് ഞാൻ എണ്ണയിലേക്ക് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഗ്രാമ്പും ഏലക്കയൊക്കെ പൊട്ടി വന്നിട്ടുണ്ട്. കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സവാള ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 4 മീഡിയം സൈസ് സവാളയാണ് എടുത്തിരിക്കുന്നത്. സവാളയിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. 2-3 മിനിറ്റ് മീഡിയം ഫ്ലെയിമിലിട്ട് സവാള നന്നായി വഴറ്റിയെടുക്കാം. കളറൊക്കെ മാറി തുടങ്ങിയിട്ടുണ്ട്. കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. പത്ത് മിനിറ്റ് മീഡിയം ഫ്ലെയിമിലിട്ട് സവാള നന്നായി സോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് ഞാൻ ഇതിലോട്ട് 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റിൻ്റെ പച്ചമണം മാറുന്നത് വരെ നമുക്ക് ഒന്ന് വഴറ്റിയെടുക്കാം. 1 മിനിറ്റും കൂടെ ഞാൻ സോട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഉള്ളി വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മസാലകൾ ചേർത്ത് കൊടുക്കണം. മസാല ചേർത്ത് കൊടുക്കുമ്പോൾ ഫ്ലെയിം ലോവിലേക്ക് മാറ്റണം, അല്ലെങ്കിൽ പൊടികളൊക്കെ കരിഞ്ഞു പോകും. ആദ്യം തന്നെ ഞാൻ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1 ടീസ്പൂൺ നല്ല എരിവുള്ള മുളക് പൊടി. ഞാനിവിടെ പച്ചമുളകും കുരുമുളകും കൂടെ ചേർക്കുന്നത് കൊണ്ട് മുളക് പൊടി 1 ടീസ്പൂൺ മതിയാവും. അടുത്തതായി 1 ടീസ്പൂൺ ബിരിയാണി മസാലയും കൂടെ ചേർത്ത് കൊടുക്കുക. നിങ്ങളുടെ കയ്യിൽ ബിരിയാണി മസാല ഇല്ലെങ്കിൽ 1 ടീസ്പൂൺ ഗരം മസാലയായാലും മതി. ലോ ഫ്ലെയിമിലിട്ട് പൊടികളുടെ പച്ചമണം മാറുന്നത് വരെ നന്നായി വഴറ്റിയെടുക്കണം. പൊടികളുടെ പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഗ്രീൻ പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഗ്രീൻ പേസ്റ്റും ഉള്ളിയും മസാലയും ഒക്കെ നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. 1 മിനിറ്റും കൂടെ നമുക്ക് സോട്ട് ചെയ്തെടുക്കാം. ഇനി നമ്മൾ ഇതിലേക്ക് ചേർക്കാൻ വേണ്ടി പോകുന്നത് മാരിനേറ്റ് ചെയ്തെടുത്ത് വെച്ചിരിക്കുന്ന ചെമ്മീനാണ്. ചെമ്മീനും മസാലയും നന്നായി മിക്സ് ചെയ്തെടുക്കാം.
ഫ്ലെയിം ലോവിലേക്ക് മാറ്റി ലിഡ് ക്ലോസ് ചെയ്ത് നമുക്ക് ചെമ്മീൻ ഒരു 2 മിനിറ്റ് സ്ലോ കുക്ക് ചെയ്തെടുക്കാം. ചെമ്മീൻ ഞാനൊരു 2 മിനിറ്റ് കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കഴുകി മാറ്റി വെച്ചിരിക്കുന്ന അരി ചേർത്ത് കൊടുക്കാം. അരി കുറച്ച് കുറച്ചായി ചേർത്ത് കൊടുക്കാം. മസാലയും അരിയും കൂടെ നന്നായി മിക്സ് ചെയ്ത് ഇളക്കി എടുക്കാം. അരി വേവാനായിട്ടുള്ള വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ 1 കപ്പ് റൈസിന് 1.5 ഗ്ലാസ് വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ ടോട്ടൽ 3 ഗ്ലാസ് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കുറച്ച് ഉപ്പും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. 1 ടീസ്പൂൺ നാരങ്ങ നീര് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് വെള്ളം ബോയിൽ ആവുന്നത് വരെ വെയിറ്റ് ചെയ്യാം. വെള്ളം ബോയിൽ ആയിട്ടുണ്ട്. ലിഡ് ക്ലോസ് ചെയ്ത് ലോ ഫ്ലെയിമിലിട്ട് നമുക്ക് പുലാവ് കുക്ക് ചെയ്തെടുക്കാം. റൈസ് വേവാനായിട്ട് 15 മിനിറ്റ്സ് വെയിറ്റ് ചെയ്യാം. റൈസ് ഏകദേശം റെഡി ആയിട്ടുണ്ട്. നമുക്ക് ലിഡ് ഓപ്പൺ ചെയ്യാം. റൈസിൻ്റെതും പ്രോൺസിൻ്റെതും ഒക്കെ നല്ലൊരു മണം വരുന്നുണ്ട്. പാത്രത്തിൻ്റെ അകത്തോട്ടൊന്ന് സ്പൂൺ ഇട്ട് നോക്കാം വെള്ളം ബാക്കിയുണ്ടോയെന്ന്. വെള്ളമൊന്നുമില്ല, ഡ്രൈ ആയിട്ടുണ്ട്. റൈസ് ഇപ്പോൾ റെഡിയാണ്. അപ്പോൾ ഇവിടെ ചെമ്മീൻ പുലാവ് റെഡി ആയിട്ടുണ്ട്. നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. കുറച്ച് ഉപ്പ് കുറവായിരുന്നു, അതുകൊണ്ട് ഞാൻ ലാസ്റ്റിൽ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കട്ട് ചെയ്ത് മല്ലിയിലയും കൂടെ ആഡ് ചെയ്ത് ഗാർണിഷ് ചെയ്യാം. പ്രോൺസ് പുലാവ് ഇസ് റെഡി ടു സെർവ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഒരു സിമ്പിൾ ആൻഡ് ഈസി സിംഗിൾ പോട്ട് ഡിഷ് റെഡിയാക്കിയിട്ടുണ്ട്. എല്ലാവർക്കും എൻ്റെ റെസിപ്പി ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. പ്ലീസ് ലൈക്ക് ആൻഡ് ഷെയർ മൈ വീഡിയോസ് ആൻഡ് ഡു നോട്ട് ഫർഗെറ്റ് ടു സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. Stay tuned for more.